ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീച്ചോടനെ ബ്രഷ് ചെയ്തു, ഫേസൊക്കെ കഴുകി. ഇന്നത്തെ കുളി കഴിഞ്ഞു. രാവിലെ നമ്മൾ മഹാരാഷ്ട്രയിൽ എവിടേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും എണീച്ചോടനെ നല്ല വിശപ്പ്. ഞാൻ എന്തായാലും കൊണ്ടുവന്ന് ചോക്കോസൊക്കെ എടുത്ത് സ്നാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നീട് കുറച്ച് നേരം കൂടെ ആ ബുക്കിരുന്ന് വായിച്ചു. നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകാൻ നേരം മെജോറിറ്റി കുറേ ഡെസേർട്ടഡ് ലാൻഡ്സ് കാണാൻ പറ്റും. പിന്നെ പോരാത്തിന് എല്ലാം ഒരു വാം സിനിമാറ്റിക് കളർ ടോൺ ആയിരിക്കും, നമ്മൾ ഈ KGF-ലും സലാറിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ അതുപോലെ തന്നെ ഫുള്ള് പൊടിയാണ് ഗൈസ്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മുഖമൊക്കെ ആകെ ഡള്ളാവും. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഇന്നലത്തെ ചപ്പാത്തിയും പീനട്ട് ബട്ടറും കൂടെ കഴിച്ചു. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിൽ ചായ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ട്രെയിനിൽ നിന്ന് ചായ ഒന്നും കുടിച്ചില്ല. എൻ്റെ ഒരു 7 ഉണ്ടായിരുന്നു, അത് കുടിച്ചു. 2 ദിവസം ട്രെയിനിലിരുന്ന് ആകെ മടുത്ത് ഗൈസ്. പിന്നെ ഞാൻ ഗോൾഡൻ അവർ ആയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കിടന്നുറങ്ങി. അതാകുമ്പോൾ രാവിലെ ഞാൻ ഇറങ്ങേണ്ട സ്റ്റേഷൻ ആവുമല്ലോ. അങ്ങനെ ഫൈനലി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. യെസ്, ഡൽഹിയിലോട്ടാണ് നമ്മൾ ആദ്യം വന്നത്. ഇനി എത്രയും പെട്ടെന്ന് റൂമിൽ ചെല്ലുക, കുളിച്ച് ഫ്രഷ് ആകാന്നുള്ളൊരു ഒറ്റ മൈൻഡായിരുന്നു. അപ്പോൾ നമ്മൾ മെട്രോ എടുക്കാൻ തീരുമാനിച്ചു. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് അധികം ദൂരമൊന്നുമില്ല. പോരാതെ എല്ലായിടത്തും ഡയറക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. സോ വഴിതെറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ്സ് ഞാൻ വരുന്ന വഴി ഓൺലൈനിൽ എടുത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ലഗേജൊക്കെ ആയിട്ട് മെട്രോയിൽ കയറി GTBയിൽ ഇറങ്ങി. അവിടുന്ന് ഒരു റിക്ഷ ഹയർ ചെയ്തു. മെട്രോയും ടുക്ടുക്കും ഇത് രണ്ടും ഡൽഹിയുടെ ഹാർട്ടാണ് ഗൈസ്. പക്ഷെ നമുക്ക് ചെറിയൊരു പണി കിട്ടി ഗൈസ്. കാരണം റൂമിൻ്റെ കീ നാട്ടിലായിപ്പോയി. പിന്നെ കല്ലുകൊണ്ട് തല്ലിപ്പൊട്ടിക്കാന്നും പറഞ്ഞ് അത് തല്ലി തകർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ട്യൂൺ കേട്ടത്. ഞാനത് എവിടെ നിന്നാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. തൊട്ട് താഴെയുള്ള പ്രൈമറി സ്കൂളിൽ അസംബ്ലി നടക്കുകയായിരുന്നു ഗൈസ്. കൊച്ചു പിള്ളേർ അസംബ്ലിയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന കാഴ്ച രാവിലെ കണ്ടപ്പോൾ തന്നെ മൈൻഡ് ആകെ റിലാക്സ്ഡായി. ഇവരെ കണ്ടപ്പോഴത്തേക്ക് എനിക്കെൻ്റെ സ്കൂൾ ഡേയ്സൊക്കെ ഓർമ്മ വന്നു. സോ ക്യൂട്ടല്ലേ. അങ്ങനെ ഫൈനലി ആ ലോക്ക് തല്ലിപ്പിടിച്ച് നമ്മൾ അകത്ത് കയറി. ഇതാണ് റൂം. ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ലോക്കായിരുന്നു ഗൈസ്. എല്ലാവരും അത് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരുടേതാണ് ഈ കാണുന്ന റൂം. അവരിപ്പോൾ കറൻ്റ് നാട്ടിലാണ്. സോ ഇന്ന് എനിക്കിവിടെ സ്റ്റേ അടിക്കാൻ പറ്റും. ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. കുളിച്ചിട്ട് വന്ന ഉടനെ താഴത്തെ ഗ്രോസറി സ്റ്റോറിലോട്ട് ഓടി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കാരണം ട്രെയിനിൽ നിന്ന് അധികം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. കുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇവിടുത്തെ ആംബിയൻസ് കാണിച്ചു തരാം ഗൈസ്. ഇവർ നല്ല രീതിയിൽ റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ മാഗി ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് അങ്ങോട്ട് കയറി. മാഗിയും എഗ്സും ഒരു സ്ട്രോങ് കോഫിയും, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വിശന്ന് വലഞ്ഞിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ സരോജിനി മാർക്കറ്റും എക്സ്പ്ലോറിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.